ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് തുർക്കി വലിയ രീതിയിൽ തന്നെ പാകിസ്ഥാന് പിന്തുണ നൽകുന്നത് കണ്ടു. പക്ഷേ ആ രാജ്യത്തിന് അറിയില്ല ഇന്ത്യയുടെ ശക്തി. കാരണം ഇന്ത്യയുടെ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാക്കളോ അതോടൊപ്പം തന്നെ സൈനിക ഉദ്യോഗസ്ഥരോ ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഈ തുർക്കിയുമായി ബന്ധപ്പെട്ട് ബഹിഷ്കരണത്തിലേക്ക് പോകണമെന്ന്. പക്ഷെ വലിയ രീതിയിൽ ബഹിഷ്കരണം നടക്കുകയാണ്. ഏറ്റവും അവസാനം വരുന്ന വിവരമനുസരിച്ച് വലിയ രീതിയിലുള്ള ക്യാൻസലേഷനുകളാണ് നടക്കുന്നത്. അതൊരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണല്ലോ. തുർക്കി മാത്രമല്ല, ഈ അസർബൈജാനും വലിയ പ്രതിസന്ധി ഇക്കാര്യത്തിൽ നേരിടുകയാണ്. വളരെ പ്രധാനപ്പെട്ട 2 ടൂർ കമ്പനികൾ, മറ്റു വിവരങ്ങൾ കൂടുതൽ ലഭ്യമല്ല, പക്ഷേ നിരവധി ഈ ടൂർ ഓപ്പറേറ്റർമാർ ഇത് സംബന്ധിച്ച് വലിയ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ നിന്ന് അത്ര വലിയ ഒരു സംഖ്യയാണ് തുർക്കിയിലേക്കും അസർബൈജാനിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട 2 ടൂർ ഓപ്പറേറ്റർമാരുണ്ട്. ഒന്ന് ഇക്സിഗോ എന്നാണ് പേര്, മറ്റൊന്ന് ഈസി മൈ ട്രിപ്പ്. ഈ 2 ടൂർ ഓപ്പറേറ്റർമാരും അവർക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടിയ മുഴുവൻ ഈ തുർക്കിയും അസർബൈജാനിലും സന്ദർശിക്കാനുള്ള വിനോദസഞ്ചാരികൾ അത് മുഴുവനും ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്നാണ്. അതായത് ഒരെണ്ണം പോലും ഇല്ലാതെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു എന്നാണ് അവർ പറയുന്നത്. വലിയ നഷ്ടമാണ് ഇതുകൊണ്ട് സംഭവിക്കുന്നത്. അതായത് ഈ അസർബൈജാനിൽ മാത്രം 2023 1,17,802 ഇന്ത്യക്കാരാണ് പോയത്, അവിടെ വിനോദസഞ്ചാരത്തിന് വേണ്ടി പോയത്. അത് 2024 ആകുമ്പോൾ എത്ര വർദ്ധിക്കാൻ സാധ്യതയുണ്ട്? ഒരു ഊഹം പറയാമോ? നമ്മളൊക്കെ സാധാരണ നിലയ്ക്ക് നമ്മൾ വിചാരിക്കുന്ന എത്രയാണ്? 1,17,000 പേര് പോയെങ്കിൽ ഒരു 25,000 പേര് കൂടെ കൂടുതൽ പോകുമായിരിക്കും അല്ലേ? പക്ഷേ 2024 കണക്ക് നമ്മളെ ഞെട്ടിക്കും. 108% വർധന. അതായത് 2,43,589 പേർ അസർബൈജാൻ സന്ദർശിച്ചു വിനോദസഞ്ചാരത്തിനായിട്ട്. ഇത്രയും ഇന്ത്യക്കാർ അസർബൈജാനിൽ ചെന്നു എന്നാണ് കണക്ക്. ഇതെന്തായാലും ഔദ്യോഗികമായ കണക്കാണ്, ഇതിനകത്ത് കളിപ്പീരൊന്നുമില്ല. അങ്ങനെ ഈ 2014 മാത്രം 2014 അതേസമയം പോയിരുന്ന ഇന്ത്യക്കാരുടെ എണ്ണം, അസർബൈജാനിൽ പോയിരുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കേട്ടാൽ നമുക്ക് ചിരി വരും. 4,853 പേരാണ് പോയത്. ഇത് അസർബൈജാൻ്റെ കണക്ക്. ഇതുപോലെ തന്നെയാണ് തുർക്കിയുടെയും കണക്ക്. അതായത് നമ്മൾ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ, ഈ ടൂർ ഓപ്പറേറ്റർമാർ നൽകുന്ന വിവരം വെച്ച് പ്രാഥമികമായി വിലയിരുത്തുമ്പോൾ തന്നെ ഈ തുർക്കിക്കും അസർബൈജാനും 3,000 കോടി, ഏറ്റവും കുറഞ്ഞത് 3,000 കോടി രൂപ വെച്ച്, അതായത് ഒരാളിന് 3,000 കോടി രൂപ, അങ്ങനെ 2 പേർക്കും കൂടെ ഏതാണ്ട് 6,000 കോടിയിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. ഈ ടൂർ ഓപ്പറേറ്റർമാർ തന്നെ പറയുന്നതാണ്. ഈ ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവർ ഈ ടൂറിസ്റ്റ് പ്ലേസുകൾ കാണാൻ പോകുമ്പോൾ കൂടുതലും ഇന്ത്യൻ ഭക്ഷണം, അതായത് ഇന്ത്യൻ സ്റ്റൈൽ, പ്രത്യേകിച്ചും ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ പോകുന്നവരാണെങ്കിൽ, കേരളം വിട്ട് കേരളവും ബംഗാളും അല്ലാതെ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർ പരമാവധി ഇന്ത്യൻ ഫുഡ് തന്നെ പ്രിഫർ ചെയ്യും. ഭാരതീയ ശൈലിയിലുള്ള ഭക്ഷണം അവർ ആഗ്രഹിക്കും. പ്രത്യേകിച്ച് അതുപോലെ തന്നെ ഈ ജൈനർ, ബൗദ്ധർ, അതുപോലെ തന്നെ ഈ ഇവിടുന്ന് പോകുന്ന ഹിന്ദുക്കളിലെ ബ്രാഹ്മണരും ക്ഷത്രിയരും, അവരെല്ലാം വെജിറ്റേറിയൻ ഫുഡാണ് പ്രോത്സാഹിപ്പിക്കുക, അവരതേ കഴിക്കുകയുള്ളൂ. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഈ ഇന്ത്യൻ ഫുഡ് തിരഞ്ഞെടുക്കും. അങ്ങനത്തെ ധാരാളം ഹോട്ടലുകൾ ഈ തുർക്കിയിൽ, നമ്മളിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എമ്പാടും കുഴിമന്തിക്കടകളും ഷവർമ്മകളും അല്ലേ, ഇതൊക്കെയാണ് ഇവിടെ കൂടുതലും കാണുന്നത്. പക്ഷേ നമ്മൾ തുർക്കിയിലോ അസർബൈജാനിലോ പോയാൽ അവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ ധാരാളമുണ്ട്. വലിയ തോതിൽ തൊഴിലവസരങ്ങൾ അവിടെ അത് സൃഷ്ടിച്ചു. ഇന്ത്യക്കാരായ ഏതാനും പേരായിരിക്കും ഇവിടെ ജോലി ചെയ്യുന്നത്, ബാക്കി മുഴുവനും തദ്ദേശീയരാണ്. ഞാൻ പറയട്ടെ, പ്രധാനപ്പെട്ട ഷെഫ് ഒരുപക്ഷെ ഇന്ത്യക്കാരനായിരിക്കും. ആ പ്രധാന തസ്തികകളിൽ, ഷെഫിൻ്റെ പ്രധാന തസ്തികകളിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ ഇന്ത്യക്കാരായിരിക്കും, ബാക്കിയുള്ളവർ തദ്ദേശീയരായിരിക്കുമല്ലോ. അവിടെ അതുപോലെ ഈ റൂം പിന്നെ ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നവർ, അതുപോലെ ഇതിൻ്റെ ക്യാഷ് കൈകാര്യം ചെയ്യാനിരിക്കുന്നവർ, ഇതൊക്കെ ഒരിക്കലും ഇന്ത്യക്കാരാകാൻ സാധ്യതയില്ല. മതം വെച്ചായിരിക്കുമോ പാകിസ്ഥാൻ പിന്തുണ? തീർച്ചയായിട്ടും തുർക്കിയുടെ ഒരു 100 വർഷത്തെ ചരിത്രം എടുത്താൽ നമുക്കറിയാമല്ലോ, മലബാർ ലഹള ഉണ്ടാകാൻ കാര്യം എന്താണ്? തുർക്കിയിലെ ഖലീഫയെ സ്ഥാനഭ്രഷ്ടനാക്കിയതിനെ ചൊല്ലിയാണല്ലോ ആരംഭിച്ചത് ഈ ഖിലാഫത്ത്. ആ ഖിലാഫത്താണ് അവസാനം ഹിന്ദുക്കളുടെ വംശഹത്യയിൽ കലാശിച്ചത് മലബാർ എന്ന പ്രദേശത്ത്. അത് വലിയ മലബാറിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി,
തുടങ്ങിയ താലൂക്കുകളിൽ അതിരൂക്ഷമായ എന്താ പറയുക രക്തരൂക്ഷിതമായ വംശഹത്യയാണ് അരങ്ങേറിയത്. അവിടെ ഒരു വിഭാഗം ആൾക്കാരെ ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുകയും മതം മാറ്റം ചെയ്യുകയും സ്ത്രീകളെ പീഡിപ്പിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു കാലയളവാണത്. എത്ര ദിവസം നീണ്ടു നിന്നു എന്നും എന്തൊക്കെയാണെന്ന് സംഭവിച്ചതെന്നും അതിനു മുമ്പ് ഈ 1921 മുമ്പ് എന്തൊക്കെ കലാപങ്ങൾ, ചെറിയ കലാപങ്ങൾ എത്ര എണ്ണം നടന്നു, അതിലൊക്കെ ഹിന്ദുക്കൾക്ക് എന്തുമാത്രം നഷ്ടമുണ്ടായി എന്നൊക്കെയുള്ളത് ചരിത്രമാണ്. EMSൻ്റെ അമ്മ പോലും ഈ പറയുന്ന ഈ മലബാർ ലഹളയെ കാർഷിക കലാപമാക്കി മാറ്റിയ ബുദ്ധിരാക്ഷസനാണല്ലോ EMS നമ്പൂതിരിപ്പാട്. ആ EMS നമ്പൂതിരിപ്പാടിൻ്റെ അമ്മ അവർ ഈ ഒരു കലാപം 1921 മുമ്പുണ്ടായ ഒരു കലാപത്തിൽ, ഞാൻ വർഷം മറന്നുപോയി, അവർ ഏലംകുളം മന ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു പോയി. അവിടുന്ന് നടന്ന് റെയിൽപാതയിൽ കൂടെ നടന്ന് ഷൊർണൂർ വരെ എത്തിയ ചരിത്രം EMS തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന്. അപ്പോൾ ആ കുടുംബാംഗങ്ങൾ, ഞാൻ പറയണ അമ്മ മാത്രമല്ല, അവരുടെ കൂടെ മറ്റ് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട്. ആ മന വലിയ, അത് ഏലംകുളം മന കണ്ടു നോക്കണം. 16 കെട്ടെന്തോ ആണത്. സാധാരണ 4 കെട്ടോ 8 കെട്ടോ ഒന്നുമല്ല. നമ്മളൊക്കെ തിരുവനന്തപുരത്തൊക്കെ ഉള്ളത് അപൂർവം 4 കെട്ടുകളാണ്. അങ്ങോട്ട് പോകും തോറും 8 കെട്ടുകളും 16 കെട്ടുകളുണ്ട്. ഇത് 16 കെട്ടുള്ളൊരു വലിയ മനയാണ്. ആ മന ഉപേക്ഷിച്ച് അവർ കൂട്ടപലായനം ചെയ്തു എന്നാണ്. അപ്പം അത് തുർക്കിയിൽ നിന്ന് ആരംഭിച്ചതാണ് ആ തീപ്പൊരി തുർക്കിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ തുർക്കിക്ക് ഈ കേരളമായിട്ട് അങ്ങനെ ഒരു നാഭീനാള ബന്ധമുണ്ട്, ഒരു പൊക്കിൾക്കൊടി ബന്ധമുണ്ട്. ആ ബന്ധം അതൊരു എന്താ പറയുക, ഖിലാഫത്തിൻ്റെ ബന്ധമാണ്. അത് വംശഹത്യയുടെ ചരിത്രമാണ് അതിന് പറയാനുള്ളത്. വേരുകൾ ചെന്ന് നിൽക്കുന്നത് ആ ഒരു എന്താ പറയുക രക്തരൂക്ഷിതമായ ഒരു കലാപത്തിലാണ്. അപ്പം അങ്ങനെയുള്ള തുർക്കി തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. നമ്മളിനി എന്തൊക്കെ സഹായം ചെയ്താലും അവരെ സംബന്ധിച്ച് കാഫിറിൻ്റെ സഹായമാണ്. അത് അവരുടെ മതവിശ്വാസം അനുസരിച്ച് അവരെ സഹായിക്കേണ്ട, അവരുടെ ആപത്ത് കാലത്ത് അവരെ അടിമകളായ മനുഷ്യർ അല്ലെങ്കിൽ കാഫിറുകളൊക്കെ അവരെ സഹായിക്കണം. അതാണ് അവരുടെ മത തത്വം. അങ്ങനെയാണ് പോകുന്നത്. അതേസമയം അവർക്ക് ഏത് സമയത്തും കാഫിറിനെ ആക്രമിക്കാം, ചാടി വീഴാം, ഒളിച്ചിരുന്ന് കൊല്ലാം ഒക്കെ ചെയ്യാം. ഇത് അത്തരത്തിലുള്ളൊരു മതവിശ്വാസമാണ് അങ്ങനെ പോകുന്നത്. അത് നിൽക്കട്ടെ, അതിനെക്കുറിച്ച് ബോധമുള്ളവർ ചിന്തിക്കട്ടെ. എല്ലാ മതത്തിലും നവീകരണം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ചരിത്രം അറിയാം. അത് ഹിന്ദു മതത്തിലും ക്രിസ്തു മതത്തിലും ഒക്കെ ആ നവീകരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇസ്ലാം മതത്തിൽ അങ്ങനൊരു നവീകരണം ഉണ്ടായിട്ടില്ല. ആ നവീകരണം ഏത് കാലത്തിനി അതിൽ സംഭവിക്കും എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതിന് ഈ പുരോഹിതന്മാർ അത് സമ്മതിക്കില്ല. ഇതൊരു പൗരോഹിത്യ മതമാണ്. പുരോഹിതന്മാർക്കാണ് അവിടെ മേൽക്കൈ. അവർ പരമാവധി സ്ത്രീകളെ അടിച്ചമർത്തും. അവരുടെ മതത്തിന് പുറത്തുള്ള മറ്റു മതവിശ്വാസികളെ അവർ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. അവരെ എല്ലാം അവർ എന്താ പറയുക, അവരുടെ ദൈവത്തിൻ്റെ ശത്രുവായിട്ടാണ് അവർ കാണുന്നത്. അതങ്ങനെ മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് അങ്ങനെ ആയിപ്പോയി. അതിനപ്പുറത്തേക്ക് മതത്തിൻ്റെ യഥാർത്ഥ തത്വങ്ങളിലേക്ക്, ആത്മീയതയിലേക്ക് കടന്നു കയറാതെ ഒരിക്കലും ഇതിനൊരു മാറ്റമുണ്ടാകില്ല. എല്ലാ മതങ്ങൾക്കും ഒരു ആത്മീയ വശമുണ്ട്. അതിനകത്തൊരു ദാർശനിക പാരമ്പര്യം കാണും. അതിലേക്ക് അവർ കടന്നു കയറണം. അപ്പോഴാണ് ആ മതത്തിൻ്റെ വിശുദ്ധി അല്ലെങ്കിൽ നന്മ നമുക്ക് മനസ്സിലാകുന്നത്. അതെന്ത് തന്നെ, ഞാനിപ്പോൾ ഇതൊരു മതപരമായൊരു വിഷയത്തിലേക്കല്ല നമ്മുടെ സംസാരം, അതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. എന്തായാലും ആ ആത്മീയതയിലേക്ക് പോകാതെ ഈ ലോകത്ത്, അത് തുർക്കി ആയാലും പാകിസ്ഥാൻ ആയാലും ശരി, ഒരു മാറ്റവും ഉണ്ടാകില്ല. അവർ ആദ്യം തിരിച്ചറിയേണ്ടത് അതാണ്. ആ മതത്തിൻ്റെ സൗന്ദര്യം നിൽക്കുന്നത് അതിൻ്റെ സ്പിരിച്വൽ ആത്മീയ വശത്തിലാണ്. അതിനെ തിരിച്ചറിയാനാണ് അവർ ശ്രമിക്കേണ്ടത്. അത് തിരിച്ചറിയാതിരിക്കുന്നിടത്തോളം കാലം അവർ ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഫലമാണ് ഇന്ന് അവർ തന്നെ വെന വിതച്ചാൽ വെനയെ കൊയ്യുള്ളൂ. ആ വെന വിതച്ചതിൻ്റെ ഫലം, ദുഃഖം ആണ് അവരിനി അനുഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇത്രയും 2.5 ലക്ഷം ഇന്ത്യക്കാർ അവിടെ സന്ദർശിച്ചിരുന്നു. ഈ ഇന്ത്യയെ കയറി ചൊറിഞ്ഞ്, അനാവശ്യമായി ചൊറിഞ്ഞതിൻ്റെ ഫലമായിട്ട് ഉണരുന്ന ഇന്ത്യൻ ദേശീയതയുടെ ശക്തി എന്താണെന്ന് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പരിണിത ഫലം തീർച്ചയായിട്ടും തുർക്കി അസർബൈജാനും നേരിടേണ്ടി വരും എന്നുള്ളത് സത്യമാണ്. ഇന്ത്യ അവരോട് യുദ്ധത്തിനൊന്നും പോകില്ല, ഒരു ഉപരോധവുമില്ല, ഒന്നും ചെയ്യില്ല. പക്ഷേ അറിഞ്ഞുകൊണ്ടങ്ങ് ബഹിഷ്കരിക്കുകയാണ് ജനങ്ങൾ. ഇന്ത്യക്കാർ, ഇന്ത്യൻ പൗരന്മാർ, ദേശസ്നേഹികളായ, അവിടെ ജാതിയും മതമൊന്നുമില്ല, അവർ വളരെ കൃത്യമായിട്ട് ഇതിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ഇവരെ എല്ലാ അർത്ഥത്തിലും ബഹിഷ്കരിച്ചിരിക്കുന്നു. അവരെ പുറങ്കാല് കൊണ്ട് തൊഴിച്ചിരിക്കുകയാണ്. എന്തായാലും തുർക്കിയും അസർബൈജാനും ഒക്കെ ചെറിയ രാഷ്ട്രങ്ങളാണ്, വലിയ സമ്പത്തൊന്നും ഉള്ളവരല്ല. പക്ഷേ അവർ വരുത്തി വച്ചിരിക്കുന്നത് വലിയ ദുരിതമാണ്.